ഇല്ല അച്ഛാ, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അല്ല അവരറിവുള്ളതല്ലേ, പിഷാരടിക്ക് കാലം അറിവുള്ളതല്ലേ, നന്നായിട്ട് പറഞ്ഞോളൂ. ഇല്ലെന്നേ അച്ഛൻ പറഞ്ഞിട്ടല്ല, പിഷാരടിക്ക് കാലം കഴിവുള്ള ആൾക്കാരല്ലേ, നന്നായിട്ട് ജഡ്ജ് ചെയ്യുവാനൊക്കെ. കാരണം എനിക്കറിയാം. ഇല്ല കട്ട് ചെയ്തു അച്ഛൻ, അത് ഞാൻ ശരിയാക്കിയിട്ട് വരുള്ളൂ. ഓക്കെ സാറടി നമസ്കാരം. നമസ്കാരം. ഞാൻ ഒരു സഹായം അഭ്യർത്ഥിച്ചാണ് ഇപ്പോൾ വന്നേക്കണത്. ചേട്ടാ, ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് സഹായങ്ങൾ ചെയ്യാറുണ്ട്, അത് പറഞ്ഞു നടക്കാറില്ല. അപ്പം ഇനി നിങ്ങളിവിടെ നിൽക്കുന്നത് തന്നെ ഞങ്ങൾ ചെയ്യുന്നൊരു സഹായമാണ്. ഇനി ഒരു സഹായങ്ങളും ചോദിക്കരുത്. അല്ല, സാമ്പത്തികമായും സാംസ്കാരികമായും നിങ്ങളുടെ ഭാഗത്ത് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞാനിപ്പോൾ വന്നതെന്ന് വെച്ചാൽ, പിന്നെ അറിയാം നിങ്ങൾ ഏതായാലും താഴെയായാലും ഈ ജഡ്ജ്മെൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു പ്രത്യേക ഒരു കഴിവുണ്ടല്ലോ. അതെ, താങ്ക് യു. അപ്പോൾ എൻ്റെ നാട്ടിൽ ഒരു യുവജന ക്ലബ്ബുണ്ട് ഞങ്ങളുടെ. നിങ്ങളുടെ യുവജന ക്ലബ്ബോ? ആ, നിങ്ങൾക്ക് ഇത്രയും വയസ്സായില്ലേ, ഇപ്പോഴും നിങ്ങൾ യുവജന ക്ലബ്ബിലുമായിട്ടാണോ നിൽക്കുന്നത്? അല്ല, അതൊരു 40 വർഷം മുമ്പ് രൂപീകരിച്ച ക്ലബ്ബാണ്. അപ്പോൾ അവിടെ ഞങ്ങളൊരു പരിപാടി ഞങ്ങൾ തട്ടിക്കൂട്ടുണ്ട്, ഒരു കലോത്സവം നടത്തുന്നുണ്ട് അവിടെ. അപ്പോൾ അവിടെ ഒരു മോണാക്ട് മത്സരമുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ രണ്ടുപേരും ജഡ്ജസായി വരികയാണെങ്കിൽ അതൊരു ഗംഭീരമായിരിക്കും. പിന്നെ ആ ക്ലബിൽ സ്ഥിരം വാർഷികം നടത്തുമ്പോൾ അവിടുത്തെ കലാപ്രതിഭ ഞാനാണ്. എന്ത് പറ്റി പക്ഷേ കലാനുണ്ട? അല്ല, ഞാൻ ക്ലബിന്റെ ഒരു നിലവാരം ഓർത്ത്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരേ മനസ്സുള്ള 40 പേര് അവിടെ ഉണ്ട്, കലാകാരന്മാര്. ദൈവമേ, അപ്പൊ നിങ്ങളെ പോലെ വേറെ 39 ആൾക്കാരും കൂടെ ഉണ്ടോ? ഞാനിത് എനിക്കൊരു സംശയം, 40 പേർക്കും ബിസിലുണ്ടോ? ഒരേ സമയത്താണോ ഊതുന്നത്? അതോ നമ്മളിത് ഒറ്റ റെയർ പീസാന്ന് ഓർത്താ നിങ്ങളെ ഇവിടെ പിടിച്ചു വെച്ചേക്കുന്നത്. നിങ്ങളെ പോലെ 40 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ അത്? യന്ത്രിന്റെ ക്ലൈമാക്സ് പോലെ പോലെ ഒരേപോലെ 10-40 എണ്ണം. അല്ല, അതൊക്കെ പോട്ടെ. അപ്പൊ എന്തായാലും വരുമോ? ജഡ്ജ് ചെയ്യാനായിട്ട് ഞങ്ങൾ വരണം. അപ്പൊ എൻ്റെ ഒരു സംഭവം ഞാൻ ഇവിടെ ഒന്ന് കാണിക്കും. നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ ഞങ്ങൾ വരണം എന്ന് പറയുന്നത് ഇതിനകത്ത് എന്താണ് ഉദ്ദേശം? എന്താണ്? അല്ല, നിങ്ങൾ വരുമ്പോ കൂടുതൽ എന്നെ നിങ്ങളൊന്ന് കാര്യമായിട്ട് ആലോചിക്കാം. അപ്പൊ ഇവിടെ ഞാൻ അവിടെ അവതരിപ്പിക്കണ ആ സാധനം ഒന്നും ഇവിടെ അവതരിപ്പിച്ചോട്ടെ, കാണിച്ചോളൂ. പിന്നെ ഒരു ധാരണ കിട്ടുമല്ലോ എനിക്ക്. ഉവ്വ്. എന്റെ മോണാക്ട് ഇവിടെ ചെയ്യാം. അതെ. മാനസനിരോധനം. ഞാനിവിടെ അവതരിപ്പിക്കാൻ പോണത് ഒരു രാജാവ് ഒരു അനാഥ ബാലനെ അനാഥ മന്ദിരത്തിൽ നിന്നും വളർത്താൻ വേണ്ടി കൊണ്ടുവന്ന് അനാഥ മന്ദിരത്തിലിട്ട് വളർത്തുന്ന അനാഥനായ ഒരു രാജാവിൻ്റെ കഥയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. അവിടേക്ക് ഒരു കുതിരവണ്ടിക്ക് രാജാവ് കൊട്ടാരത്തിലേക്ക് എത്തുന്ന അനാഥ ബാലനുമായി എത്തുന്ന രംഗമാണ് അവിടെ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത്. രാജകുമാരനായി നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി കുതിരപ്പുറന്ന് ഇറങ്ങി നിന്നിട്ട് ആദ്യമായിട്ട് ബാലൻ, മഹാരാജാവേ, എന്നെ എന്തിനാണ് അനാഥ മന്ദിരത്തിലായിട്ട് വീണ്ടും കൊണ്ടുവന്നാക്കാൻ പോണത്? എന്തിനു വേണ്ടി എന്നെ ദത്തെടുത്തു? ഇത് കേട്ടോടുകൂടി രാജാവിന് കോപമാണ്. മോനെ, അങ്ങനെ സംസാരിക്കില്ലടാ, അങ്ങനെ സംസാരിക്കില്ല. നീ ഇവിടുത്തെ ഈ കൊട്ടാരത്തിലെ കാര്യകാരഗൗരവങ്ങൾ നീ മനസ്സിലാക്കണം. അച്ഛനും അമ്മയ്ക്കും പണമുണ്ടാക്കാനുമുള്ള വ്യഗ്രതയായിരുന്നടാ, അതുകൊണ്ട് ഞാൻ പറഞ്ഞിരിക്കണം. ഇത് കേട്ടോടുകൂടി എൻ്റെ കഥയിൽ ഞാൻ പറയാത്ത ഒരു മുത്തശ്ശി അതുവഴി നടന്നുപോയി. മോനെ, അങ്ങനെ സംസാരിക്കണം മോനെ. അന്തിയായി ഈ മുത്തശ്ശിക്ക് ഈ കൊച്ചിവിടെ നിന്ന് എന്തോരം പണിയെടുത്തരൂടാ, അവനെ കൊണ്ട് അനാഥ ബന്ധത്തിലാക്കില്ല മോനെ, ആന്ധ്രമന്ത്രമാണ്. ഇത് കേട്ടോടുകൂടി രാജാവിന് കലിസഹിക്കാൻ വയ്യാതായി. എന്താണ് മുത്തശ്ശി നിങ്ങളെ പറഞ്ഞത്? ഞാൻ ഇതോടുകൂടി ഇവനെ ഞാൻ അപ്പൊ തന്നെ ഈ മോൻ, അച്ഛൻ മഹാരാജാവേ, എന്നെ അനാഥ മന്ദിരത്തിലേക്കാക്കാതെ എന്നെ അങ്കമ്പാടിയിലേക്കാക്കിക്കൂടെ? ഇത് കേട്ടത് ഉടനെ മഹാരാജാവ് വാള് ഉറിയിൽ നിന്ന് ഊരിയെടുത്തിട്ട് പറഞ്ഞു, എന്ത് ധിക്കാരോ നീ പറഞ്ഞത്? നിന്നെ ഞാൻ അങ്കമ്പാടിയിലല്ലടാ, നിന്നെ ഞാൻ മലർവാടിയിൽ കൊണ്ടുവന്നാക്കൂടാ. ഇത് പറഞ്ഞോളൂടെ കുതിരപ്പുറത്തേക്ക് മോനെ ഇട്ടുണ്ട് ഈ രാജാവ് കടന്ന് യാത്ര തിരിക്കുകയാണ്. ഇതോടുകൂടി എൻ്റെ മോണായിട്ട് അവസാനിച്ചു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ഇതിൽ നിന്നും ഒരു സന്ദേശം നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. മദ്യപാനം കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടാവുന്ന അനീതിക്കെതിരെയാണ് ഞാൻ ഈ സന്ദേശം അർപ്പിക്കുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന എല്ലാ സമ്മാനവും ഞാൻ അനാഥ പിള്ളേർക്ക് സംഭാവന ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു?
വളരെ നല്ലതായിരുന്നു. ഏ? എല്ലാ കഥാപാത്രങ്ങളും നല്ലതായിരുന്നു. നിങ്ങൾ സ്റ്റേജ് മുഴുവൻ ഗംഭീരമായിട്ട് ഉപയോഗിച്ചു. വളരെ നല്ല മോണായിട്ടായിരുന്നു, ഗംഭീരമായിരുന്നു. അടിപൊളിയാണ്. എനിക്ക് അവസാനത്തെ സന്ദേശം അത് പിടിച്ചാൽ കിട്ടാത്ത സന്ദേശമായി പോയി. അയ്യോ അങ്ങനെ പറയരുത്. അല്ലാതെ ഒരു ഉള്ളത് കാര്യം കേട്ടോ, അങ്ങനെ പറയരുത്. നിങ്ങൾ പൂർത്തിയാക്കി ഒരു കലാരൂപം പൂർത്തീകരിക്കാറില്ല ആരും. അപ്പം എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും, അതൊക്കെ ഒന്ന് പറയും. എന്തെങ്കിലും വെറുതെ നല്ലതായിരുന്നു. അതെ, അങ്ങനെ നല്ലായിരുന്നു പറയല്ലേ. അല്ല, കുതിരയുള്ള വരവൊക്കെ എന്ത് രസമായിരുന്നു. അല്ല ഒന്നും കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറവുകൾ കണ്ടുപിടിക്കുന്നു. അതല്ല എൻ്റെ ഒരു എന്നാലും ഒരു കലാരൂപം പൂർത്തിയാവുള്ളൂ. അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുതിര വന്നതൊക്കെ ഭയങ്കര ഓവറായിരുന്നു. കുതിര എന്ന് പറഞ്ഞാൽ നമ്മൾ സിംബോളിക് ആയിട്ട് കാണിച്ചാൽ മതി. ഇത്രയും ഓടിക്കിടന്നാൽ മൈക്ക് ഒരിടത്തല്ലേ, മൈക്കിൽ നമ്മൾ കീപ്പ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. മാത്രമല്ല ഈ മുത്തശ്ശിയുടെ കഥാപാത്രം അതിലില്ലായിരുന്നു, അത് ഇടയിൽ കയറി വന്നതാണ്. രാജാവിൻ്റെതായിട്ടൊരു പ്രൗഢി ഇല്ലായിരുന്നു. അതെ, പിന്നെ ഈ മോഡുലേഷൻ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇച്ചൂരുടെ പെർഫെക്ഷൻ കിട്ടിയേനെ. രാജാവും മകനും പിന്നെ അതുപോലെ മുത്തശ്ശി വരുന്ന തന്നെ ആ ടൈമിംഗ് ഒന്ന് തിരിച്ചിട്ട് ഫാസ്റ്റ് ആയിട്ട് വന്നിരുന്നെങ്കിൽ അത് ഇച്ചിരി രസമായി. അത്ര പോരായിരുന്നു, കൊള്ളൂലായിരുന്നു. എനിക്ക് ഞാൻ പറഞ്ഞെങ്കിലും ആത്യന്തികമായിട്ട് അത് അത്ര ഫിനിഷിംഗ് ഇല്ലാത്ത വളരെ ബാലിശ്യമായിട്ടുള്ള മത്സരങ്ങളിൽ അവതരിപ്പിക്കാൻ കൊള്ളാത്ത ഒരു മോണായിട്ടാണ് തോന്നിയത്. അച്ഛൻ പറഞ്ഞ ശരിയാണ് അച്ഛാ. കാരണം ഞാനിവിടെ അടിപൊളി പ്രകടനം ചെയ്തിട്ടേ ഇവർക്ക് ഈ ജഡ്ജ്മെന്റ് ചെയ്യാൻ അത്ര പോരാ, ശരിയായില്ല. അവരോരോ കുറ്റങ്ങളാണ് പറയുന്നത് ഇവിടെ നിന്നിട്ട്. അവരെൻ്റെ കൊണ്ട് കുതിരയുടെ കുളമ്പടി ശബ്ദം പോരാ, പിന്നെ മുത്തശ്ശി ഗ്രിപ്പില്ല, രാജാവിൻ്റെ തൊപ്പി ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാത്ത കാര്യത്തിനൊക്കെ ഇടപെട്ടൊക്കെ. നമുക്ക് വേറെ ആരെങ്കിലും നല്ല കഴിവുള്ള ടീമിനെ വിളിക്കാതെ. അച്ഛൻ ധൈര്യമായിട്ടിരിക്കും, ഞാൻ ഫസ്റ്റ് അടിക്കും. അത് ഞാൻ